അടുത്തത് നമ്മൾ ഇ എസ് ആറിനെ കുറിച്ചാണ് പറയണത്. ഇ എസ് ആർ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, അല്ലെങ്കിൽ വേറൊരു പേര് ഇതിനുണ്ട്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ്. കേട്ടോ, ഈ രണ്ട് പേരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിലാണ് ഇത് നടക്കുക. കണ്ടോ, മിസ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്, ടിക്ക് ഇട്ടേക്കുന്നത് കണ്ടോ? അപ്പോൾ മൈക്രോവേവ് റീജിയൻ. അപ്പോൾ നമ്മൾ നോക്കി, NMR RFലായിരുന്നു, ഇ എസ് ആർ മൈക്രോവേവ് റീജിയനിലാണ്. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി 9 to 10 ആണ്. വേവ് ലെങ്ത് അപ്രോക്സിമേറ്റ്ലി 3 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 0.3. അതൊക്കെ വെറുതെ നിങ്ങൾ ഇൻഫോർമേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. അറിയില്ല വരുമോ ഇല്ലയോ എന്ന്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും അപ്പോൾ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് എന്ന് ഇതിന് പറയും. അപ്പോൾ ഇത് ഇ എസ് ആർ അല്ലെങ്കിൽ ഇ പി ആർ, ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. ഇത് നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ സ്റ്റഡിയാണ്. ടെക്നിക് ടു സ്റ്റഡി മെറ്റീരിയൽസ് വിത്ത്, അതായത് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു NMR നമ്മൾ പറഞ്ഞുല്ലോ, NMR നമ്മൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ എന്തായിരുന്നടാ? NMR നമ്മൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ NMR നമ്മൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ, ആ വീഡിയോ കാണണം കേട്ടോ ആദ്യം. അപ്പോൾ NMR ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്, I എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവത്തില്ല. സ്പിൻ ക്വാണ്ടം നമ്പർ ഒരിക്കലും 0 ആവത്തില്ല. ഇനി ഇ എസ് ആറിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അൺപെയർഡ് ഇലക്ട്രോൺ ആയിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇലക്ട്രോൺ പെയർ ആവാൻ പാടില്ല. ഓക്കെ, അൺപെയർഡ് ഇലക്ട്രോൺ ആയിരിക്കണം. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അൺപെയർഡ് ഇലക്ട്രോൺ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. പിന്നെ കുറച്ച് ഇക്വേഷൻസ്, ഇതൊന്നും PYQസിൽ വന്നിട്ടില്ല, എന്നാൽ ഇക്വേഷൻസ് ഇ എസ് ആറിൻ്റെ എനർജി ലെവൽ കണ്ടുപിടിക്കാൻ പറയുമ്പോഴും എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോഴും റെസൊണൻസ് കണ്ടീഷൻ, നേരത്തെ നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ ന്യൂ = G mu b B0 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഇവിടെ ഒരു എച്ചും കൂടെ വരുന്നുണ്ട് എക്സ്ട്രാ. NMRൻ്റെ കേസിൽ നമ്മൾ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ബൈ 2π × B0 ആണ്. ഇവിടെ G mu b B0/h ആണ്. ഓക്കെ, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഹൈപ്പർഫൈൻ ഇൻട്രാക്ഷൻ, അതും നമ്മൾ പഠിക്കും, വേറൊരു കൺസെപ്റ്റായിട്ട് തന്നെ പഠിക്കും. ഇനി ഒരു കാര്യം കൂടെ മിസ് എളുപ്പത്തിന് പറയാം, ട്രിക്കാണ്. ഒരു ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ESR ലൈൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ ലൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2i + 1 ചെയ്താൽ മതി. I എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ കേസിൽ 3/2, ഹൈഡ്രജൻ 1/2. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കാരണം ഗേറ്റിനൊക്കെ ഓപ്ഷൻ വൈസ് ചോദിച്ചാലോ, ഫ്രീ റാഡിക്കിൾസ് എന്നൊരു കേസ് ഉണ്ടെങ്കിൽ അത് ESR എന്ന് ഓർത്തോണം. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ്, ഫ്രീ റാഡിക്കിൾസ് ഒക്കെ ESR ആണ്. സ്റ്റഡിങ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡിഫക്റ്റ് ഇൻ സോളിഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനിയും PYQ, ഇതാണ് ആക്ച്വലി PYQ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. അതായത് ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞേക്കണത്. ഇപ്പം ഇ എസ് ആർ എന്തിലാണ്? ഇ എസ് ആർ നമുക്ക് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇ എസ് ആർ എന്താണ്? മൈക്രോവേവ് ഫ്രീക്വൻസി, മൈക്രോവേവ് റീജിയനിലാണ്. ഇനി NMR ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് റേഡിയോ ഫ്രീക്വൻസി. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാക്കി ഒന്നും അറിയത്തില്ലെങ്കിലും ഓപ്ഷൻ നോക്കണം. ഞാൻ ജനറൽ പേപ്പറിന് പറയത്തില്ലേ എലിമിനേഷൻ മെത്തേഡ്, അത് തന്നെ നോക്കിക്കേ. P എന്ന് പറയുന്നത് എന്താണെങ്കിലും 3-ലാണ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഓപ്ഷൻ A അല്ല, ഇതുമല്ല. അപ്പോൾ രണ്ടെണ്ണം ഏതായാലും P3-ലാണ്. ഇനി എനിക്കറിയാം Q എന്താണെങ്കിലും 2 ആണ്. Q എന്താണെങ്കിലും 1 ആണ്. ഇത് 1 അല്ലേ? അപ്പോൾ വേണ്ടേ ഓപ്ഷൻ D ആണ് കറക്റ്റ്. ഇനി ബാക്കി അറിയാമെങ്കിൽ ചെയ്യാം. ട്രാൻസിഷൻ ബിറ്റ്വീൻ ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്സ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച്, ഇത് നമ്മൾ പഠിക്കും, എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച്, അപ്പോൾ പറയുമ്പോഴും എളുപ്പമായിരിക്കും. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചിട്ടുണ്ട്. ഇപ്പം MSc ആണോ എടുക്കണത്? നിങ്ങൾ MSc ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നമ്മൾ പഠിക്കും. ഇനി ഡിഗ്രി ആണെങ്കിൽ അതിനകത്ത് ഉണ്ടോയെന്ന് മിസ്സിന് ഓർമ്മയില്ല. എന്നാലും റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എപ്പോഴും എവിടെയാണ് നടക്കുക? മൈക്രോവേവ് റീജിയനിലായിരിക്കും നടക്കുക. ഇനി വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എപ്പോഴും IR റീജിയനിലായിരിക്കും നടക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എപ്പോഴും വിസിബിൾ അല്ലെങ്കിൽ UV റേഞ്ചിലായിരിക്കും. ഇതൊന്ന് ഓർത്തിരിക്കണേ, ഇത് മൂന്നും ഒന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ESR എപ്പോഴും നടക്കുന്നത് എവിടെയായിരുന്നടാ? ESR മിസ് മൈക്രോവേവ്. അപ്പോൾ ESR മൈക്രോവേവിൽ തന്നെയാണ്. അതുപോലെ തന്നെ NMR RFലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ട്രാൻസിഷൻ ബിറ്റ്വീൻ വൈബ്രേഷൻ എപ്പോഴും എവിടെയാണ് നടക്കുക? IRലാണ്. അപ്പോൾ എങ്ങനെ വരുവാടാ? ESR എന്താണെങ്കിലും മൈക്രോ, ഇത് റേഡിയോ, ട്രാൻസിഷൻ ഇതെന്താണെങ്കിലും IR, ഇലക്ട്രോണിക് എപ്പോഴും വിസിബിൾ. അപ്പോൾ ഇതാണല്ലോ ഓപ്ഷൻ D, P3, Q1, R4, S2. ഓക്കെ, ഇനി അടുത്ത PYQ നോക്കിയേ.
ഇത് ഗേറ്റിൻ്റെ BYQ ആണേ. 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 1702 എന്ന് പറയുന്നത് ദ മോളിക്യൂൾ 1702 ഈസ് രാമൻ ആക്റ്റീവ് ആണോ, NMR ഇനാക്റ്റീവ് ആണോ, അതോ ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർത്തോണം, ഓക്സിജൻ എന്ന് പറയുമ്പോൾ 1702 ആണ്. 1702 എന്താണെങ്കിലും രാമൻ ആക്റ്റീവ് രാമൻ NMR ആക്റ്റീവാണ്. അത് നമ്മൾ ഓൾറെഡി ടേബിളിൽ കണ്ടതാണ്. കാരണം ഓടാണ് വന്നേക്കണത്, ഓട് കാര്യമാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണല്ലോ അത് NMR ആക്റ്റീവ് ആയിരിക്കും. ഇത് രാമൻ ആക്റ്റീവാണ്. കാരണം ഓക്സിജൻ എന്ന് പറയുമ്പം O2, അതായത് 2 ഹെട്രോജനിക് മോളിക്യൂള്, ഇപ്പം O2, H2, Cl2 രണ്ടും ഹോമോജനസ്, അതായത് 2 ആറ്റവും സെയിം ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, IR, അതായത് ഇവർക്ക് രണ്ടുപേർക്കും വൈബ്രേഷനലും അതുപോലെ തന്നെ റൊട്ടേഷനലും ഒന്നും ഉണ്ടാവില്ല. 2 ആറ്റംസും 2 മോളിക്യൂൾസും സെയിം ആയിട്ടുള്ള ഹോമോജനസിനായിട്ടുള്ള ആൾക്കാർക്ക് വൈബ്രേഷനും റൊട്ടേഷനിലും ഒന്നും ഉണ്ടാവില്ല. അത് കൂടുതൽ മിസ് പറയും അടുത്ത ടോപ്പിക്കുകളിൽ. അവർക്ക് അങ്ങനെയുള്ളവർ എന്താണെങ്കിലും രാമൻ ആക്റ്റീവ് ആയിരിക്കും, രാമൻ ആക്റ്റീവ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോട്ട് ചെയ്യുക, ഇത് രാമൻ ആക്റ്റീവും NMR ആക്റ്റീവും ആയിരിക്കും. രാമൻ ആക്റ്റീവും NMR ആക്റ്റീവും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. 1 ക്വസ്റ്റ്യൻ ഇവിടെ റിമെയിൻ ആയിട്ട് ഉണ്ട്. അത് മിസ് എന്ത് ചെയ്യാമെന്നറിയോ, മിസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മളത് ഷോർട്സിൽ ചെയ്യാം കേട്ടോ. ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ മിസ് ഇതിൻ്റെ കമൻറ്റിലെങ്ങാനും അതിനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെയുള്ളൂ. അപ്പോൾ ഗേറ്റിൻ്റെയാണ് ഇത്. 2011 തൊട്ട് 2025 വരെയുള്ള PYQs ആണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റിനാകെ 4 ക്വസ്റ്റ്യൻസ് എന്തോ ചോദിച്ചിട്ടുള്ളൂ ഈ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ. 2011 തൊട്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ 25 വരെ ഉള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2017 കഴിഞ്ഞിട്ട് ഗേറ്റിന് ഇത് ചോദിച്ചിട്ടേ ഇല്ല അല്ലേ. അപ്പോൾ എന്താണെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. അതുകൊണ്ടാണ് മിസ് ഇത്രയും സ്പീഡിൽ പറയുന്നതും കൺസെപ്റ്റ് മിനിമം ആക്കുന്നതും. ഇത്രയൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരുപാട് കൺസെപ്റ്റ് പഠിക്കേണ്ട ടോപ്പിക്കിന് കൂടുതൽ കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുക. പഠിക്കേണ്ടാത്തതിന് ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതിയാവും കേട്ടോ. ഒരു ദിവസം മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ടോപ്പിക്സിന്. ചില ടോപ്പിക്കിന് നമുക്ക് 2-3 ദിവസം കൺസെപ്റ്റ് മനസ്സിലാക്കാൻ തന്നെ വേണം. അതൊക്കെ സാരമില്ല, അതൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വൺസ് നിങ്ങൾ ഒരു റൗണ്ട് ഫിനിഷ് ആയി കഴിയുമ്പോൾ യു ഗെറ്റ് ആൻ ഐഡിയ ദാറ്റ് ഹൗ ക്യാൻ യു ഡീൽ വിത്ത് ദിസ് സബ്ജക്ട്സ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.